അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും നമ്മുടെ MBHS പ്രവാസി കൂട്ടായ്മയുടെ നോമ്പ് തുറ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഒരുമിച്ച് കൂടി എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടത്തെ മോശം സാഹചര്യമൊക്കെ ആയിരുന്നെങ്കിൽ പോലും നമ്മളെ പ്രതീക്ഷിച്ചതിനേക്കാൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഒക്കെ വന്നെത്തി എന്ന് നല്ല നമുക്ക് അതിയായ സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മളെല്ലാം കട്ട് ചെയ്ത് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫ്രൂട്ട്സുകൾ ഒരുപാട് ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയാൻ തന്നെ കഴിയാത്ത രീതിയിലുണ്ട്. സമൂസ, ഓറഞ്ച്, മാങ്ങ, അനാറ്, തണ്ണിമത്തൻ, പക്കോട, പഴംപൊരി, പിന്നെ ഒറ്റയപ്പം എന്ന് പറയുന്ന വെള്ള കളറിലുള്ള ഒരു പലഹാരം, പിന്നെ തേൻമുട്ടായി പോലത്തെ ഒരു സാധനം, നമ്മളെ അടിപൊളിയായിട്ടാണത്. പിന്നെ ഈത്തപ്പഴം, 2 ഐറ്റം ഈത്തപ്പഴം, അജുവയും പിന്നെ വേറൊരു ഈത്തപ്പഴവും. അങ്ങനെ പിന്നെ വെള്ളങ്ങൾ തന്നെ 2-3 ഐറ്റം വെള്ളമുണ്ട്. സർബത്ത് തന്നെ 2 ഐറ്റം സർബത്ത് വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും വേണ്ട, ഒരുപാട് ഐറ്റം കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടു. ഇത്രയും ഐറ്റമൊക്കെ കണ്ടപ്പോൾ നോമ്പ് തുറക്കാൻ ശരിക്കും ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളിത് എന്നും അങ്ങനെ ഇല്ലല്ലോ. ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ഒരു ദിവസം അല്ലേ, അപ്പം അത് എല്ലാം കൂടെയൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും, ഇത് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നും വാങ്ങിയതല്ല. ഇത് അവിടെ റൂമിൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സുൽഫിക്കർക്ക, പിന്നെ നിയാസ്, സഫീർ, മുജീബിക്ക, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബിജുക്ക, അങ്ങനെ നിയാസിക്ക, അങ്ങനെ ഒരുപാട് അവർ ഒരു ദിവസം ഫുള്ള് അവരുടെ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും. പിന്നെ നമ്മുടെ ആമിദക്കായും ഫാമിലിയും നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട്, അങ്ങനെ അവരെല്ലാവരും കൂടെ നമ്മുടെ ഒരു കൂട്ടമായ പരിശ്രമത്താൽ റെഡിയാക്കിയ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ബാങ്കിൻ്റെ സമയമാകാനായി. അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് അവരവർക്ക് ആവശ്യമുള്ളതിന് ഒക്കെ എടുത്തു, ഓരോ പ്ലേറ്റുകളിലെടുത്തു, വെള്ളമൊക്കെ എടുത്തു, എല്ലാവരും അവരോരോരോ ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കാത്തവർക്കായിട്ടും പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ട് കൊടുക്കാനും എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഓടി നടക്കണം. എല്ലാവരെയും ഇരുത്തണം, കാരണം ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ എല്ലാവർക്കും നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യുകയും കൊച്ചുങ്ങളും കുട്ടികളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നോമ്പ് സമയമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോകളൊന്നും വരുന്നില്ല, പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതെ, നമ്മളെല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഒക്കെ ഇരുന്ന് കഴിഞ്ഞു. എല്ലാവരും ഒക്കെ കാത്തിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബാങ്ക് കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്ത് ഇരിക്കുകയാണ്. ഇനി നമ്മൾ വിളമ്പിക്കൊണ്ട് നിന്ന് കുറച്ച് പേർ കൂടെയൊക്കെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നാൽ എല്ലാവരും ഓക്കെ ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് 1-2 പേർക്ക് ചെയറൊക്കെ തികയാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയർ കൂടെയൊക്കെ എടുത്തുകൊണ്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കാനുള്ളവരെയൊക്കെ എല്ലാവരെയും നോക്കി പിടിച്ച് എല്ലാവരെയൊക്കെ ഇരുത്തി എല്ലാവർക്കും വെള്ളങ്ങളും അതുപോലെ തന്നെ ജ്യൂസും എല്ലാം കുറവുള്ളത് നോക്കിയിട്ട് അതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ആവശ്യം പോലെ സാധനം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ സാധനം വന്നവർ നമുക്ക് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഫാമിലി നമുക്ക് അബുദാബി ഭാഗത്തു നിന്നൊക്കെ എത്താനുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് എത്താൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെ അവർക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ ഉള്ള ഒരു ചെറിയ ഇത് കഴിച്ചാൽ നമ്മുടെ എല്ലാവരും എത്തി. നമ്മുടെ ആമതക്കാടെ കൊച്ചുമോളാണ് ഇതേ സുന്ദരി വാവ. അങ്ങനെ ഇതെൻ്റെ സുഹൃത്ത്, ഞങ്ങളുടെ സലീമിൻ്റെ ഫാമിലി വിസിറ്റിൽ വന്നതാണ്. സലീമും വൈഫും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് പോയി അങ്ങനെ
ഞങ്ങളെല്ലാവർക്കും കൂടെ പോയി ഒരു നോമ്പ് തുറക്കാനും സാധിച്ചു. ഇത് നമ്മുടെ വിഷ്ണു ആൻഡ് വൈഫ്. അങ്ങനെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ഒക്കെ ഒരുമിച്ച് വളരെ സന്തോഷമായ രീതിയിൽ നമ്മൾ നോമ്പ് തുറക്കുന്നു. നമ്മളെ ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേർക്ക് നമ്മൾ പിന്നെ കസേര ഒരു ഷോട്ടൊക്കെ വന്നു. നമ്മൾ പിന്നെ കസേര എടുക്കാനൊന്നും പോയില്ല. നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡ് ഒരു തിട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അങ്ങിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് പിന്നെ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ബാങ്ക് കേൾക്കാനായി കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും സെക്കൻഡുകൾ. ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ ഈ മഗ്‌രിബിൻ്റെ ബാങ്ക് ഇത്രയും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന 2 ടൈമാണ്. ഒന്ന് സുബഹിയുടെ ബാങ്കും ഒന്ന് മഗ്‌രിബിൻ്റെ ബാങ്കും. അത് സുബഹിയുടെ ബാങ്കിനേക്കാൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് മഗ്‌രിബ് ബാങ്ക് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ വിശന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ സെക്കൻഡുകൾക്ക് പോലും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ നോമ്പ് തുറയിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ഒരുമിച്ച് കൂടി നമ്മളൊന്ന് ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി നമുക്കൊരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിലുപരി ഇതിൽ വലിയ ഒരു പുണ്യവുമുണ്ട്. നമ്മളെ ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ അതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞു, നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു, ഒരല്പ വിശ്രമവും കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഭക്ഷണത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കപ്പ, ചൂര മീൻകറി, വീശപ്പം, ബെറോട്ട, പിന്നെ പത്തൽ, പിന്നെ പിന്നെ ബിരിയാണി റൈസുണ്ട്, ജീരകശാലേൻ്റെ ബിരിയാണി റൈസ്, പിന്നെ കഞ്ഞിയും പയറും ഉണ്ട്, പിന്നെ മട്ടൻ കറിയുണ്ട്, ബീഫ് സ്റ്റൂ ഉണ്ട്. അങ്ങനെ ഒന്നും പറയണ്ട സുഹൃത്തുക്കളെ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചോളം ഇതിൽ ഒരുപാട് ഐറ്റമൊന്നും കഴിക്കത്തില്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കഴിക്കാമല്ലോ. കൂടുതൽ കഴിച്ചില്ലെങ്കിലും ഒരല്പച്ചയെല്ലാം കഴിക്കാം എന്നുള്ളത് കൊണ്ട് ആണ്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവരവർക്ക് വേണ്ടുന്ന ആവശ്യത്തിൽ അവരവർ തന്നെ എടുത്ത് കൊണ്ടുവന്നിരുന്ന് കഴിക്കുകയാണ്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ട്. എല്ലാവരും ഓരോർക്ക് ആവശ്യ കണക്കിന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് എല്ലാവരും എളുപ്പം. ഇനിയിപ്പോൾ നോമ്പ് സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ഇരുന്ന് സംസാരിക്കാനൊന്നും സമയമില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമസ്കാരത്തിൻ്റെ സമയമാവുകയാണ്. ഇശാ നമസ്കാരം, പിന്നെ തറാവീഹ് നമസ്കാരം, അങ്ങനെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളുമാണ് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആരും ഇരുന്ന് വെയിറ്റ് ചെയ്യാതെ നമ്മളുള്ള സമയങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിച്ചു എത്രയും പെട്ടെന്ന് റൂമുകളിലേക്ക് പോകാനും ഉള്ള ശ്രമങ്ങളാണ്. അപ്പോൾ നമ്മളാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോകളുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും റമദാൻ കരീം.